നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് സിനിമാ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും ഇതേപോലുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയമൊക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ശരി, അവിടെ കേട്ടെ. അപ്പം ഇത്തരം പല വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വരുന്ന ഒരു കഥ, അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ കുട്ടനും മുട്ടനും എന്ന് പറഞ്ഞിട്ടൊരു കഥ. അതായത് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടൻ മുട്ടൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആടുകളുണ്ട്. അപ്പം ഈ ആടുകൾക്ക് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, ആരാണ് ഇതിൽ കൂടുതൽ ശക്തൻ. അപ്പം ഇതറിയാൻ വേണ്ടിയിട്ടൊരു കുറുക്കൻ്റെ അടുത്ത് ചെല്ലാണ്. അപ്പോൾ കുറുക്കൻ പറയും, ഇത് മനസ്സിലാക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. നിങ്ങൾ രണ്ടാൾ ലോങ്ങെന്ന് വന്നിട്ട് ഇങ്ങനെ ഡിം നിറഞ്ഞ മുട്ടണേ, ഇങ്ങനെ പലതവണ ഇട്ടിച്ച് ഒരാൾ വീഴും. അപ്പം മറ്റവനാണ് ഏറ്റവും ശക്തൻ എന്ന് കരുതാമെന്ന് പറയും. അപ്പം ഈ വിഡ്ഢികളായ ആടുകൾ എന്ത് ചെയ്യുന്നറിയോ, ലോങ് വന്ന് ഇവിടെ ഇങ്ങനെ ഡിം നിറഞ്ഞ് മുട്ടുക. അപ്പോൾ ഇവരെ ചോര ഇങ്ങനെ തീർക്കുകയാണ്. കുറുക്കൻ മനസ്സിലുള്ള ഇവരുടെ ചോരയാണ് ആവശ്യം. അപ്പോൾ ഓരോ തവണ ഇടിക്കുമ്പോഴും ചോര വരികയും ഈ കുറുക്കൻ അത് കൃത്യമായി കുടിക്കുകയും ചെയ്യും. ഈ വിഡ്ഢികളായ ആടുകൾക്ക് ഇത് മനസ്സിലാവുകയില്ല. ഇതാണ് എനിക്കിവിടെ പലപ്പോഴും പല സിനിമാ വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആടിൻ്റെ റോളിൽ വരുന്നത് നമ്മുടെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാർ, അല്ലെങ്കിൽ രണ്ട് പ്രമുഖ മതങ്ങൾ, അതുമല്ലെങ്കിൽ രണ്ട് പ്രമുഖ ഗ്രൂപ്പുകൾ, ഇങ്ങനെ എന്തിൻ്റെങ്കിലും പേര് ഞങ്ങളാണ് ഉയർന്നത്, ഞങ്ങളാണ് സംഭവമെന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ രണ്ട് വശത്ത്. ഈ കുറുക്കൻ്റെ റോളെന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പോൾ സിനിമയിലെടുത്തു കഴിഞ്ഞാൽ പ്രമുഖ നടന്മാർ, പ്രമുഖ സംവിധായകർ, പ്രമുഖ നിർമ്മാതാക്കൾ അവർ വരും. രാഷ്ട്രീയത്തിലാണെങ്കിൽ MLA MP അങ്ങനെയുള്ള എല്ലാവരും അല്ല, പൊതുവെ ഈ കുറുക്കൻ്റെ റോളിലാണ്. ഇവിടുത്തെ വിവിധ ആളുകളെ തമ്മിൽ പരസ്പരം മുട്ടിക്കുകയും അത് വെച്ച് നമുക്കെങ്ങനെ സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരുത്താം, ഇതാണ് സംഭവം. ഇനി രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇവിടുത്തെ പ്രമുഖ ഗ്രൂപ്പുകളെ തമ്മിൽ ഇടിപ്പിച്ച് അതിലൂടെ നമുക്ക് എങ്ങനെ വോട്ടുണ്ടാക്കാം, അങ്ങനെ വോട്ട് കിട്ടി MLA MP ആയാൽ എങ്ങനെ പൈസ അടിച്ചു മാറ്റാം എന്നുള്ളതാണ് എല്ലാവരും അല്ല ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രമുഖ ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, അത് നല്ല കേട്ടോ, അതിന് മുമ്പ് 2011 മുതലേ കൺസിസ്റ്റൻ്റ്ലി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. അതോടൊപ്പം മലയാള സിനിമ കാണുന്ന ഒരു 75% ആളുകളും വെറും വിഡ്ഢികളും വെറും കഴുതകളുമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വീണ്ടും ന്യൂസായി വരുന്നു. അപ്പം എൻ്റെ മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചു, നിങ്ങൾ മലയാള സിനിമയിൽ കലയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണോ? മലയാളത്തിൽ എത്ര സിനിമകൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, എത്ര സിനിമകൾക്ക് ദേശീയ അവാർഡ് കിട്ടി, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്നവരേ ഉള്ളൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇവിടെ അവാർഡൊന്നും കിട്ടിയില്ല എന്നൊന്നും അല്ല. അതിൻ്റെ അപ്ലിക്കേഷനാണ്. അതുകൊണ്ടുള്ള അതിൻ്റെ ബിസിനസ്, അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് തന്ത്രങ്ങളാണ് ഞാൻ പറയുന്നത്. സപ്പോസ് നിങ്ങളൊരു നടനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സംഗീതജ്ഞനാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇതുവരെ നിങ്ങൾ 1 കോടി രൂപയാണ് നിങ്ങൾ പ്രതിഫലം വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നടൻ വേറൊരു സിനിമ ചെയ്യുമ്പോൾ അയാൾ പറയും, ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, നിർമ്മാതാവിനോട് പറയും, ഞാനേ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ മനുഷ്യനാണ്, അപ്പോൾ ഇനി മുതൽ 1 കോടിക്കും വരാൻ പറ്റില്ല, 1.5 കോടി എന്നാക്കും. ഇനിയിപ്പോൾ ഒരു സംഗീത സംവിധായകനാണെങ്കിൽ അയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാൽ ഇതേപോലെ അയാളും പൈസ കൂട്ടും. ഇനി നാഷണൽ അവാർഡ് കിട്ടി എന്ന് സങ്കല്പിച്ചോ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ 1 കോടിക്ക് പകരം ഇനി മുതൽ 2 കോടിക്ക് ഞാൻ വരും, കാരണം ഞാനൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. അപ്പോൾ അതിനെ ശരിക്കും ഉപയോഗിക്കുകയാണ്. ഇനി എന്തെങ്കിലും വല്ല ഓസ്കാർ അവാർഡും അബദ്ധത്തിലോ കിട്ടിപ്പോയാൽ ഈ 1 കോടി എന്നുള്ളത് പിന്നെ 5 കോടിയാവും. എനിക്ക് ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്, ഞാനങ്ങനെ 1 കോടിക്ക് എനിക്ക് വരാൻ പറ്റില്ല, ആകെ ഫണ്ട് വന്ന് നോക്കണ്ടെന്നറിയും. ഇത് തന്നെയാണ് ഒരു സംഗീതജ്ഞനായാലും സംഭവിക്കുക. ഇപ്പം ഇവരൊക്കെ അവാർഡ് കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവർ കൂടുതലായി പൈസ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവാർഡിനെ ഉപയോഗിക്കുകയാണ് ശരിക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു സിനിമയിൽ ബിസിനസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, ശരിയല്ല, സിനിമാക്കാർക്കൊന്നും ബിസിനസ് ഇല്ല. സിനിമാക്കാർക്കൊന്നും ബിസിനസ് ഇല്ല, പിന്നെ എന്തിനാണ് 100 കോടി കിട്ടി, 200 കോടി കിട്ടി, 300 കോടി കിട്ടി, 500 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും, അല്ല മുതൽ മുടക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അതെ, ഇത് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും പറഞ്ഞുള്ളൂ. നിങ്ങൾ സിനിമയിൽ ബിസിനസ് ഇല്ല, വെറും കലയാണ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് മാത്രമേ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുള്ളൂ. ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നിങ്ങൾ സിനിമയെ വെറും കലയായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഒരിക്കലും ടിക്കറ്റ് വെക്കരുത്. ടിക്കറ്റ് വെക്കാതെ നിങ്ങളത് ചെയ്യണം, എങ്കിൽ അത് ഓക്കെയാണ്. അതല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ഈ 100 കോടി കിട്ടിയ 200 കോടി കിട്ടിയ കഥയും നിങ്ങൾ പറയരുത്. ഞങ്ങളൊരു സിനിമ ചെയ്തു, അത് കലാപരമായ സിനിമയാണെന്ന് വിശ്വസിക്കുന്നു, കഴിഞ്ഞു.
അതിൽ കല എത്രയുണ്ടെന്നുള്ളത് ജനങ്ങളാണ് നോക്കേണ്ടത്. അതേസമയം ഇവിടെ പല സിനിമകൾക്കും അവാർഡ് കിട്ടിയില്ലെങ്കിൽ തന്നെ അവാർഡിന് വേണ്ടി സിനിമ എടുക്കുന്ന ചില സംവിധായകരുണ്ടല്ലോ, അവർ കരയും, അയ്യോ എനിക്ക് കിട്ടിയില്ലേ, മറ്റവനെ കിട്ടിയേ എന്ന് കരയും. ഇവരെന്തിനാണ് കരയാൻ നിൽക്കുന്നത്? ഇവർക്ക് സിനിമ വെറും കലയാണെങ്കിൽ ഇവർ ഒരു സിനിമ ചെയ്യുന്നിടത്ത് അതിൻ്റെ അത് കഴിഞ്ഞു. പിന്നെ ഇവർ ഫ്രാൻസിലോ ബ്രിട്ടനിലോ കൊണ്ടുപോയിട്ട് ഈ സിനിമ കാണിച്ച് 10 റുപ്യ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവരിവിടെ സിനിമ എടുത്തെടുത്ത് കഴിഞ്ഞു. സിനിമ ടിക്കറ്റ് വെക്കരുത്, കോടികളുടെ പ്രതിഫലം വാങ്ങരുത്, ഇത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞ് തള്ളരുത്. ഇതെല്ലാം ചെയ്യുന്നുവെങ്കിൽ സിനിമയെ ബിസിനസ്സായി കാണുന്നു എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എല്ലാ സിനിമയില്ലട്ടോ, ചില സിനിമകളിൽ പെണ്ടുപിടുത്തം, കള്ളപ്പണം വെളുപ്പിക്കുക, അല്ലെങ്കിൽ കഞ്ചാവ് MDMA ഉപയോഗം, അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം കഞ്ചാവിൻ്റെയൊക്കെ റെഫറൻസ് വരുമ്പോൾ 5 ലക്ഷം രൂപ കഞ്ചാവ് മാഫിയ കൊടുക്കും. അതാണ് ഈ MDMA. പല സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ MDMA കഞ്ചാവ് കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നം, അങ്ങനെയുള്ള പല റെഫറൻസ് വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ റെഫറൻസ് ചെയ്യുമ്പോൾ സംവിധായകനെ, നിർമ്മാതാവിന് ഗുണമൊന്നുമില്ല, ഈ സംവിധായകനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈസ ഉണ്ടാക്കാം. ഇതുകൊണ്ടാണ് ഇത്തരം ഇത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ സിനിമകൾ, ഈ പ്രൊപ്പോഗാണ്ട സിനിമകൾ എന്ന് പറയുന്ന പല സിനിമകളും എടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് നിന്നൊക്കെ അവർക്ക് ഫണ്ട് വരാം. കാരണം അവരെ ഫണ്ടിലാണ് അത് ചെയ്യുന്നത്, ഇവർ ഫണ്ടിലല്ല അത് ചെയ്യുന്നത്. അപ്പോൾ എന്തായി, നമുക്ക് 5 പൈസ ചിലവില്ല, അതെന്ത് കിട്ടിയാലും ലാഭം. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒന്ന് മാനം കെടുത്തുക, അങ്ങനെയുള്ള അവർക്ക് ചില അജണ്ടകളുണ്ടാവും. ഈ അജണ്ടകളെ കൃത്യമായി സെറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, ഈ ആരാധകർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ പല നടന്മാരെ അവരുടെ സുഹൃത്തുക്കളായി കാണുന്നു, അവരുടെ ബന്ധുക്കളായി കാണുന്നു, അയൽവാസിയായിട്ട് കാണുന്നു, ചങ്കുകളായി കാണുന്നു. പക്ഷെ അവർ ഇവരെ എങ്ങനെയാണ് കാണുന്നത്? അവർ ഇവരെ കഴുതകളായും കറവ പശുക്കളായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ ജോലി കളഞ്ഞ്, ഇവരുടെ സമയം കളഞ്ഞ്, ഇവരുടെ ഡാറ്റ കളഞ്ഞ്, ഇവരുടെ പണം കളഞ്ഞ് ഇതെല്ലാം ഇരുന്ന് കാണുന്നു. ഒന്നും കാണുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞതിലൂടെ സിനിമകൾ കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണണം. പക്ഷേ ഈ നടന്മാർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഓവറായി അടി കൂടരുത്. ഇവർക്ക് വേണ്ടി അടി കൂടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിപ്പുള്ള പല ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർ അടിയിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് എഴുതും. ശരി, ഈ കമൻറ്റ് എഴുതുന്നവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മുൻകാലങ്ങളിൽ ഓരോ നടന്മാർക്ക് എന്തെല്ലാം കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഇവരുടെ പോസ്റ്റുകളിലെല്ലാം പോയിട്ട്, ഇവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് എത്ര പേര് മറുപടി വന്നിട്ടുണ്ട്? അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളുടെ പണമേ ഇഷ്ടമുള്ളൂ, നിങ്ങളെ ഇഷ്ടമല്ല. എത്ര പേര് അവരുടെ മൊബൈൽ നമ്പർ തരാറുണ്ട്? നിങ്ങൾക്ക് എല്ലാവരോടും സംവദിക്കുക ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും ഒരു 1000 പേര് കമൻറ്റ് അയക്കുമ്പോൾ അതിലൊരു 10 പേരുമായിട്ട് ഒരു നടനെ വേണമെങ്കിൽ സംവദിക്കാമല്ലോ. എല്ലാവരുടെയും ഫോൺ കോൾ എടുക്കാനാവില്ല, എന്നാലും ചിലരുടെ ഫോൺ കോളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രമുഖ നടന്മാർ അവരുടെ നമ്പർ തരാത്തത്? ഇനിയിപ്പോൾ അവർക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ശരി അവർ ന്യായീകരിക്കുന്നു. ശരി, അവർക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ കമൻസിന് മറുപടി തരാത്തത്, അവർക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ഫോണൊന്നും എടുക്കാത്തത്. ഇത്രയും സമ്മതിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൽ കമൻറ്റ് ഇടുന്നത്? ഏതായാലും നിങ്ങൾ എഴുതിയ കമൻറ്റ് നിങ്ങൾ തന്നെ എഴുതുന്നു, നിങ്ങൾ തന്നെ വായിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കമൻറ്റ് എഴുതുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെങ്കിലും ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായി സന്തോഷ് പണ്ഡിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാനും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ബിസിനസ്സായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതിന് തുടക്കം മുതലേ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ നമ്പറില്ലാത്ത ആളുകൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. 9947725911. ഇതാണ് എൻ്റെ നമ്പർ. 99 477 25 911. ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുക. എവിടെയെങ്കിലും സമയം കിട്ടുമോ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ മറുപടി തരുന്നതാണ്. പിന്നെ പല ഫാൻസുകാരുടെ ഡയലോഗാണ്, എൻ്റെ നടന് വലിയ കാറുണ്ട്, 4 കോടിയുടെ കാറ് കഴിഞ്ഞ മാസം വാങ്ങിച്ചു, ഈ മാസം വാങ്ങിച്ചു, മറ്റേ നടന് അക്കാറില്ല. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ പറയുന്നവന്മാരെ വീട്ടിൽ മറ്റവൻ അതുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾമയർ കൊള്ളുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, നിങ്ങളെ വീട്ടിൽ സ്വന്തമായിട്ട് ബൈക്ക് പോയിട്ടൊരു സൈക്കിൾ പോലും ഉണ്ടോ? അല്ല, മറ്റവൻ അതുണ്ട് എന്നിട്ട് ഇവരെ ഇത്ര കോടികളുണ്ട്, നിങ്ങൾക്ക് എന്താണ് കാര്യം? അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് മുംബൈ സിറ്റീൻ്റെ ഉള്ളിൽ വീടുണ്ട്, കൽക്കത്ത സിറ്റീൻ്റെ ഉള്ളിൽ വീടുണ്ട്, ഇവർക്ക് എവിടെയോ വീടുണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? അതെ, അങ്ങനെ ചിന്തിക്കും. മുമ്പ് സിനിമാപരമായ ഒരു ചർച്ച എൻ്റെ വീട്ടിലുണ്ടായേ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞാണ്, ഈ സിനിമാ മേഖലയിൽ കുറച്ച് ഉഡായ്പ കുറച്ച് കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അല്ല അതിപ്പോൾ എല്ലാ മേഖലയിലും ഇല്ല, അതിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഇടയിലും ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നവരില്ലേ, അതും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കിടയിൽ അത്യാവശ്യം തരികിട നടത്തുന്ന ബിസിനസ്സുകാരില്ലേ, ഈവൻ കൂലിപ്പണി നടത്തുന്ന ആളുകളിൽ പോലും ചിലപ്പോൾ 4 ആൾ നമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ ഒരാൾ ലേശൊരു ഉഴപ്പനായിട്ട് വരുമല്ലേ. അപ്പോൾ അത് എല്ലാ രംഗത്തും ഇല്ല. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടായി സിനിമ മാത്രം ഉഡായ്പാണെന്ന് പറയുന്നത്? അപ്പോൾ അച്ഛനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഉത്തരമാണ്, അതായത് ഒരു 4 പേരെ എവറേജ് എടുത്തോ, ബാക്കി ഏത് രംഗത്തും എടുത്തോ, 4ൽ 3 പേര് ഓക്കെ ആയിരിക്കും, ഒരാൾ ലേശം ഉടായിപ്പായിരിക്കും, അത് ശരിയാണ്. പക്ഷേ സിനിമാ രംഗം എടുത്തോ, 4 പേരെ എടുത്തോ, 3 പേര് ഉടായിപ്പും ഒറ്റയെടുത്ത നല്ലതുമായിരിക്കും. സോ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് സിനിമാ രംഗം നല്ലൊരു ശതമാനം ഉടായിപ്പാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയൊരു
ചർച്ചയാണ്. പിന്നെ ഈ സിനിമയേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ നാടകം. കുറച്ചുകൂടെ, കാരണം സിനിമയിൽ നമുക്ക് ഒരുപാട് ഒപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ടാലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ശരിക്കും നാടകം ചെയ്യാൻ പറ്റുള്ളൂ. സിനിമാക്കാരെ പക്ഷേ ഈ സിനിമയുടെ കുത്തൊഴുക്കി ശരിക്കും നാടകമൊക്കെ വളരെ പുറകോട്ട് പോയതാണ്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നാടകവുമായി ബന്ധപ്പെട്ട പല ആളുകൾ എൻ്റെ സിനിമയിൽ വരുമ്പോൾ അവരുടെ അഭിനയവും ഒരു സാധാരണഗതിയിൽ റീൽസൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന, മിമിക്രി നടത്തി ഇന്ന നടനെ അനുകരിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുടെ അഭിനയമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം നാടകത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് ക്യാരക്ടറും ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അത്ര ലെവലൊന്നും ഇവർക്കില്ല. പക്ഷേ അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും സിനിമാക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇവിടുത്തെ നാടക കലാകാരന്മാർക്കോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ സിനിമകൾ കണ്ടതുകൊണ്ട് എന്താണ് ഗുണം? സിനിമകൾ കണ്ടുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങളെന്നെ ആലോചിച്ച് നോക്ക്. സിനിമ കണ്ട് നന്നായ എത്ര ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ പരിചയമുണ്ട്? സിനിമ കണ്ട് നശിച്ച ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി കാണുന്ന ഏതൊരാൾക്കും കുറേ പേര് പറയാനുണ്ടാവും. കാരണം സിനിമ എന്നുള്ള ഭ്രാന്ത് കൊണ്ട് വിദ്യാഭ്യാസം കളഞ്ഞവർ, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി സിനിമ നിർമ്മിച്ചു കുത്തുവാളെടുത്തു ആത്മഹത്യ ചെയ്ത ആളുകൾ, അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര സിനിമാ ഭ്രാന്ത് കൊണ്ട് ചില പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുന്നു. പെൺകുട്ടി പോയത് ഒറ്റയ്ക്കും തിരിച്ചു വരുമ്പോൾ രണ്ടായിട്ടാണ് വരുന്നത്. അത് ഒരു കുഞ്ഞു കുട്ടിയായിട്ടാണ് വരുന്നത്. അതായത് തന്തയില്ലാത്തൊരു കുട്ടിയായിട്ടാണ് ഈ കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസ് സിനിമ ഭ്രാന്തും കൊണ്ട് നടന്ന് വീട്ടുകാരെ കാര്യം നോക്കാതെ അവസാനം തെണ്ടി കുത്തുപാളെടുത്ത എത്ര പേരുണ്ട്? അതേസമയം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പരിചയത്തിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ? ഒരാൾ, അതായത് പൊതുവിൽ ഇങ്ങനെ കള്ളും കഞ്ചാവൊക്കെയാണ് കേട്ടോ, പക്ഷേ സിനിമകൾ കണ്ട് കഞ്ചാവടി നിർത്തി, അല്ലെങ്കിൽ മോഷണം നടത്തി ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾ, പക്ഷേ സിനിമകൾ കണ്ട് ആ മനുഷ്യൻ നല്ലവനായി. ഇങ്ങനെ ഏതെങ്കിലും ഒരാളെ നിങ്ങളെ പരിചയത്തിലുണ്ടോ? സിനിമ കണ്ട് നശിച്ചവരേ ഉള്ളൂ. സിനിമ കണ്ട് നന്നായ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ അപൂർവമായിട്ടാണ് ചില സിനിമകൾ നല്ല മെസ്സേജ് ഉള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമകൾ കാണണ്ടെന്നൊന്നുമല്ല, ഒന്നും ഓവറാക്കണ്ട. അവർ എല്ലാം ഒരു ബിസിനസ്സിന് വേണ്ടി ഓരോരുത്തർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. നിങ്ങളതൊന്നും ഓവറാക്കി എടുക്കണ്ട. പിന്നെ ചിലർ പറയും സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ അധ്വാന ഫലമാണ്, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാൻ പറയുന്ന അധ്വാന ഫലത്തിനെയൊക്കെ അപ്പം തന്നെ ആ നിർമ്മാതാവ് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നേ ചിന്തിക്കാനുള്ളൂ, നിർമ്മാതാവിനെ പൈസ വെച്ചിട്ടു എന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ. നിർമ്മാതാവിനെ അതിനുവേണ്ടി അയാൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അതിനുവേണ്ടി ചിലപ്പോൾ 2 ഗ്രൂപ്പിനെ ഇട്ടിക്കും, പല വിവാദങ്ങളും ഉണ്ടാക്കും. ചിലപ്പോൾ തന്തയ്ക്ക് വിളി കേട്ടാലും തള്ളയ്ക്ക് വിളി കേട്ടാലും എങ്ങനെയായാലും എൻഡ് ഓഫ് ദി ഡേ അയാൾ പൈസ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം, ഒരു ഉത്തരം. അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ആ നടനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ ഒരാളെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അതിന് പൈസ മുടക്കിയ നിർമ്മാതാവ്. ആ പാവപ്പെട്ടവൻ എങ്ങനെയും പൈസ ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ സിനിമ കണ്ടോ. അല്ലാതെ ബാക്കിയുള്ളവർക്ക് ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഇവിടുത്തെ നടന് ഒരു നഷ്ടമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കുറേ പേരുടെ അധ്വാന ഫലം നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ഷർട്ട് കാണിച്ചു, അതിൻ്റെ ചുരിദാർ കാണിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ ചോദിക്കണം, ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഷർട്ടിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഈ ചുരിദാറിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ മറുപടി പറയും? നിങ്ങൾ അതുകൊണ്ട് ആ സാധനം എടുക്കുമോ? നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കാൻ പോകുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു മൊബൈൽ. അപ്പോൾ അയാൾ പറയണം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മൊബൈലിൻ്റെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മറുപടി പറയുക? ഏത് കാര്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, അതാണ് സത്യം. എന്തായാലും ഭാവിയിലും മലയാളത്തിൽ ഒരുപാട് പ്രൊപ്പഗാണ്ട സിനിമകൾ, അതായത് ജാതി, മതം, രാഷ്ട്രീയം, അതിനെ വെളുപ്പിക്കുക, ഞങ്ങളാണ് മറ്റവനേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല സിനിമകൾ ഇനിയും വരാനുണ്ട്. കാരണം ഒരു വിഭാഗം ആളുകൾക്ക് വിദേശ ഫണ്ടിലൂടെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് പൊട്ടിയാൽ അവർക്ക് കുഴപ്പമില്ല. ചില ആളുകൾ അവരുടെ പൈസയ്ക്ക് തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ പ്രൊപ്പഗാണ്ട സിനിമകൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കാം. സിനിമ കാണുക, അതിനൊരിക്കലും ജീവിതമായി കാണണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓവറായി ഇതിലൊന്നും അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യണ്ട. ഇനിയെങ്കിലും നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യാം. ഞങ്ങൾക്ക് മറുപടി തരുന്ന, ഞങ്ങളുമായിട്ട് യോജിക്കുന്ന, ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ സിനിമകളെ ഞങ്ങൾ കാണുമോ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ സിനിമയെ ബന്ധപ്പെട്ട് കിടക്കുന്നവരായാലും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായാലും അവർക്ക് എന്നും കൃത്യമായിട്ട് ഒരു കാര്യം അറിയാം. ഒരു ആശുപത്രി വളപ്പിൽ പോയാൽ അവർ കഞ്ഞി വിറ്റ് ജീവിക്കും. ഒരു ഉത്സവ പറമ്പിൽ പോയാൽ അവർ കപ്പലണ്ടി വിറ്റ് ജീവിക്കും. അവർ ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് മലയാള സിനിമയിൽ കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്ന ബിസിനസ്സുകാരുള്ളൂ. ഈ ബിസിനസ്സുകാർക്ക് വേണ്ടി ഓവറായി അടി കൂടണ്ട, നിങ്ങളുടെ വില പിടിച്ച സമയം നശിപ്പിക്കേണ്ട. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.